ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു താമസം. ഞാന് ഇതവിടെ ആ തറ കണ്ടില്ലേ, എല്ലാം പോയി. ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. പോയിക്കോട്ടെ, അതൊക്കെ പോയിക്കോട്ടെ, ഒന്നും വിഷയമല്ല. അതൊക്കെ നമുക്ക് ദൈവം തന്നല്ലേ. അയൽക്കാര് ഞങ്ങള് ബാക്കിയുള്ളവരൊന്നില്ലായിരുന്നു, ഒരു കുടുംബം ഉണ്ടായിരുന്നു, അവര് പോയി, കിട്ടിയില്ല അവരെ. പിന്നെ പറഞ്ഞാല് ഏട്ടാ ഇവിടെ മുഴുവൻ വീട് തന്നെ ഇരുന്നു. ഇവിടെ ഒക്കെ നിങ്ങൾ കാണുന്ന മാന്നല്ല, ഫുള്ള് വീടായിരുന്നു. 300, 250 വീടിന്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു. മരണസംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ സാറേ. എന്റെ ഉമ്മാന്റെയും എന്റെ കുട്ടികളെയും ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ സംഭവിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും അറിയുന്നല്ല, ഞങ്ങൾ അത്രയും വിശ്വാസമാണ്. പുഴ അങ്ങനെ ഒഴുകണ പുഴ. ഇതൊന്നും ഇതിൽ കൂടെ ഒന്നും ഒരു ചാല് പോലും ഇല്ലാത്തതാ, ഒരു വെള്ളച്ചാല് പോലും ഇല്ലാത്തതാ. ഇപ്പൊ നമുക്ക് ഒരു പുഴ പോലെ ആയിപ്പോയി. എന്റെ അമ്മ പോയി കിട്ടിയിട്ടില്ല. എന്റെ ആങ്ങളെന്റെ 2 മക്കളും പോയി, അവരെയും കിട്ടിയിട്ടില്ല. എനിക്ക് അവര് വേണം. ഞങ്ങൾക്ക് ആകെ അമ്മയുള്ളൂ, അച്ഛനില്ല. എന്റെ ആങ്ങളെയും എന്റെ നാത്തൂനും ആഴ്ചയിലാണ്. അവരെങ്ങനെയോ രക്ഷപ്പെട്ട്. എന്റെ അമ്മ എവിടെയാണ് പോലും അറിയില്ല. ചെറിയ മക്കളാണ്. എന്റെ പിഞ്ച് മക്കളൊക്കെ കണ്ടിട്ടില്ല എത്ര ദിവസമായിട്ട്. എനിക്ക് വയ്യ, ആലോചിക്കാൻ വയ്യ. എന്റെ അമ്മന്റെ എന്റെ മക്കളെ ഒരു പൊടി പോലും കിട്ടിയിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ വന്നതാണ്, അവിടെ ആള് വേണം. ചൂരമല സ്കൂൾ റോട്ടിലാണ് എന്റെ വീട്. എന്റെ ആങ്ങളെയും നാത്തൂനും എങ്ങനെയോ രക്ഷപ്പെട്ട്. ദുരന്തത്തിൽ പകച്ചു നിൽക്കുകയാണ് ആലപ്പുഴ സ്വദേശിയായ ഉണ്ണികൃഷ്ണ മാഷ്. കുറേ വർഷമായി അവിടുത്തെ അധ്യാപകനായിരുന്നു അല്ലേ? ഞാൻ 2006 അവിടെ വരുന്നത്. എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയ സ്ഥാപനമാണ്. അവിടുന്ന് പിന്നെ ഞാൻ എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെയാണ് ജോലി ഇത്രയും കാലത്ത്. കുട്ടികളൊക്കെ വിളിച്ചു നോക്കിയോ മാഷ്ക്ക്? അവിടെ ആരെയും കിട്ടുന്നില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? ശ്രമിച്ചു. കുറച്ച് ദിവസമായിട്ട് മഴയായി, കറണ്ട് ഇല്ലല്ലോ. അപ്പം എൻ്റെ അമ്മയുടെ ചേച്ചി മരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് പോകുന്നതാണ്. അവിടെ ചെന്നപ്പോൾ ഇത് അറിയുന്നത്. പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് അങ്ങോട്ട് പോവുക. എല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ, നാട്ടുകാരും എല്ലാം വേണ്ടപ്പെട്ടവരാണ്. സ്നേഹിക്കാൻ അറിയാവുന്ന മനുഷ്യരുള്ളൊരു നാടാണ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എവിടം വരെ എത്താൻ പറ്റുമെന്നറിയില്ല. ബസ്സിൽ എവിടം വരെ എത്തുന്ന അവിടം വരെ അവിടുന്ന് നടന്നു പോകാനാണ് എൻ്റെ തീരുമാനം.